ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ മലയാള പുതുവർഷ ആരംഭമാണ്. ചിങ്ങമാസം 1-ാം തീയതി, ഓഗസ്റ്റ് മാസം 17. നാളത്തെ ദിവസത്തിന് ശേഷം മുന്നോട്ട് ഒരു 8 രാശിക്കാരെ സംബന്ധിച്ച് 8 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയുന്ന തരത്തിൽ അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ, ഭാഗ്യങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. രാശിയുടെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സമയം വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഈ മുന്നോട്ടുള്ള സമയങ്ങൾ ഈ പറയുന്ന 8 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രാജയോഗപ്രദമായ, അത്രയും ശ്രേഷ്ഠമായ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നമ്മളിവിടെ പറയുന്നത് ഈ 8 രാശിക്കാരുടെയും ഒരു പൊതു ഫലമാണ്. ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. ഓരോ രാശികളിലും ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജനന ജാതകം കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഗുണഫലങ്ങൾ ആ 100% പറയുന്നത് അത്രയും ലഭിക്കുമോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമോ, പറയുന്നതിലും കൂടുതൽ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കുമോ എന്നുള്ളതൊക്കെ അവരവരുടെ ജനന ജാതകത്തിനെ കൂടി ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് 10 മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങൾ ലഭിക്കും. എന്നാൽ ഒരു സമനായിട്ടുള്ള ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടമാണ് നിങ്ങളുടെ ജാതകപ്രകാരം നടക്കുന്നതെങ്കിലും ദോഷഫലങ്ങൾ കുറഞ്ഞ് വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. എന്നാൽ ആരുടെയാണോ ജനന ജാതകപ്രകാരം ഏറ്റവും പാപനായ ഒരു ദുർബലനായ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത്, അവർക്ക് മാത്രമായിരിക്കും ഈ പറഞ്ഞ ഗുണഫലങ്ങൾ വളരെ കുറവായിട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്നത്. പലരും യൂട്യൂബിലും മറ്റും പറയുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരം നടക്കുന്ന ദശയും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നാളെ കൊല്ലവർഷം ആരംഭമാണ്, പുതുവർഷ തുടക്കമാണ്. ചിങ്ങമാസം 1-ാം തീയതി ഈ പറയുന്ന 8 രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1-ന് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ പരിപൂർണമായി വിട്ടുമാറുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ച് അപ്രതീക്ഷിതമായ വളർച്ച, ഉയർച്ച ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ട് ഒരു പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുന്ന സമയമാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഏറെക്കാലമായി ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളും, നേട്ടങ്ങളും, സ്ഥാന മാറ്റങ്ങളും, ഉയർച്ചകളും, പദവി ഉയർച്ചകളും ഒക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. കുറച്ചധികം നാളുകളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു പുതുവർഷക്കാലത്തോടുകൂടി ചിങ്ങം 1 മുതൽ ഒരു സർക്കാർ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള ഭാഗ്യം മുന്നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കൊക്കെ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും ഈ മുന്നോട്ടുള്ള സമയം വളരെ ഉത്തമമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ട് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായ സമയമാണ്. ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള കാലങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്ന ഒരു സമയമാണ്. ഈ ഒരു വർഷക്കാലം മുന്നോട്ട് മേടം രാശിക്കാർക്ക് പലർക്കും സ്വന്തമായ ഭൂമി വാങ്ങാനുള്ള യോഗം, ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും. ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും, മാറ്റങ്ങളും, ഗുണഫലങ്ങളും മുന്നോട്ടുള്ള സമയം മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നല്ല വിവാഹ ജീവിതം, മംഗല്യഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പൊതുവെ
പൂർവിക വഴിയിൽ നിന്ന് ലഭിക്കേണ്ട, പ്രത്യേകിച്ച് പിതാവിൻ്റെ ആ ഒരു പൂർവിക പരമ്പരയിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ സ്വത്ത് വകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. പിതാവ് പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ പലർക്കും ഒരുപാട് അലച്ചിലുകൾ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടുമൊക്കെ അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, പ്രതിസന്ധികളൊക്കെ പലരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു സമാധാനം, സന്തോഷം, സുഖം നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ചെയ്യുന്ന ജോലി, ആ തൊഴിൽ കർമ്മം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ധനവരവ്, സാമ്പത്തിക ഉയർച്ച ഈ കാലഘട്ടങ്ങളിൽ മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വന്നു ചേരും. മേടം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ പുരോഗതി, ഉയർ പഠനങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി, വരുമാനം ഇതൊക്കെ ഈ ഒരു ചിങ്ങം പിറക്കുന്നതോടുകൂടി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. പ്രധാനമായിട്ടും മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് സമയം വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇതോടുകൂടി വിട്ടുമാറി ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരും. പൊതുവെ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അതനുസരിച്ച് നല്ല ഗുണഫലങ്ങൾ ഈശ്വരൻ തീർച്ചയായിട്ടും നൽകുന്ന സമയമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ നിങ്ങൾക്കും നല്ല കാലഘട്ടം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിപൂർണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും, അത് ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നിരുന്ന മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അതെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുകയാണ്. എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നത്. കർമ്മസംബന്ധമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ മിഥുനരാശിക്കാർക്ക് ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തൊഴിൽ, ജോലി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഏറ്റവും ഉന്നത നിലവാരത്തിൽ, ഉന്നതിയിൽ എത്താൻ പറ്റുന്ന സമയമാണ്. അതിനനുസരിച്ചിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നു ചേരും. അതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു ജോലി മാറ്റത്തിന് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സാധ്യമാകും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണ്, വിസ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു പുതിയ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പലർക്കും പുതിയൊരു കമ്പനിയിലേക്കൊക്കെ ഒരു ഓഫർ ലെറ്ററൊക്കെ ലഭിച്ചവർ ധാരാളമാണ്. പക്ഷേ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങളിൽപ്പെട്ട് അവർ കുരുക്കിൽപ്പെട്ട് നിൽക്കുന്നവരുമുണ്ട്. അവർക്കൊക്കെ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കർമ്മസംബന്ധമായി വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അതിൽ നേരിട്ട് വന്നിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വിട്ടുമാറി സാമ്പത്തിക ഉയർച്ച, ധനലാഭം ലഭിക്കും. പലർക്കും ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പലർക്കും ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മിഥുനരാശിയിൽപ്പെട്ടവർ പലരും പല കാര്യകാരണങ്ങളാൽ, വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും പല കാര്യകാരണങ്ങളാൽ 2 സ്ഥലത്തായി ജീവിക്കുന്ന ദമ്പതികളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി
ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിലൊക്കെ മാറ്റമുണ്ടായി ആ ദാമ്പത്യ ബന്ധം നല്ല ദൃഢതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, അവരിൽ നിന്ന് അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ, സുഖം, സമാധാനം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ് മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർ. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ദാമ്പത്യത്തിൽ വിവാഹത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ സമയത്ത് ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർതം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഒരു പുതുവർഷത്തോടു കൂടി ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. പ്രത്യേകിച്ചും കർക്കിടകം രാശിക്കാർക്ക് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളിൽ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയോ ആണെങ്കിലും അതൊക്കെ പരിപൂർണമായിട്ട് മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, നല്ല അവസരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയും നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത, ഒരു അച്ചടക്കം, കൈകളിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ പണം വന്നു ചേരുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ആ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ആ ഒരു അവസ്ഥയും ഈ ഒരു സമയങ്ങളിൽ വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ അനാവശ്യമായി നേരിട്ട് കൊണ്ടിരുന്ന ശത്രുതകൾ, എത്ര നന്മ ചെയ്താലും നല്ലത് ചെയ്താലും ഒരു നല്ല വാക്ക് ലഭിക്കാതെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ എതിർപ്പുകൾ, ശത്രുതകളൊക്കെ, അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവിച്ചു വന്നിരുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് കർമ്മമേഖലയിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, തൊഴിൽ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുക, പലതിൽ നിന്നും ജീവിതകാലത്തേക്ക് മോചനം ലഭിക്കുക, ഇതൊക്കെ അനുഭവത്തിൽ വരും. ഈ ഒരു വർഷക്കാലം കർക്കിടകം രാശിക്കാർക്ക് സ്വന്തമായ ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, നല്ല വിവാഹം, മംഗല്യഭാഗ്യം, അങ്ങനെ എല്ലാവിധത്തിലുള്ള നന്മകളും ഈശ്വരൻ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. എല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണാനുഭവങ്ങളായിരിക്കും. നിങ്ങളുടെ ജോലി, തൊഴിൽ, കർമ്മ മേഖലയിലൊക്കെ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളോ ഉയർച്ചകളോ ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പലർക്കും ലഭിക്കുന്നതാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷക്കാലത്തിൻ്റെ ആരംഭത്തോടുകൂടി അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. പൊതുവെ ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ട് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ ലഭിക്കും. വിദ്യാഭ്യാസം, ഉയർന്ന ജോലി, വിദേശവാസം ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മംഗല്യഭാഗ്യവും ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ മാറ്റം, ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. മനസ്സിന് ധൈര്യം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങളാൽ തന്നെ സാധിക്കുന്ന സമയമാണ്. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങൾക്കും
അതുപോലെ കുട്ടികൾക്കും ഭർത്താവിനുമൊക്കെ പലതരത്തിലുള്ള നേട്ടങ്ങളും ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവെ ഈ കൊല്ലവർഷം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകളാണ് നൽകുന്നത്. ഇനിയൊരു സമയം നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്കാണ്. നിങ്ങളെപ്പറ്റി എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ പലരും ഇതിനു മുൻപിട്ട പല വീഡിയോയിലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ചിങ്ങം രാശിക്കാരെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, ചിങ്ങം രാശിക്കാർക്ക് നല്ലതല്ലേ എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കൊല്ലവർഷാരംഭം ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലമാണെന്ന് മനസ്സിലാക്കുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ജീവിതത്തിൽ നന്മകൾ ലഭിക്കുന്ന സമയമാണ് മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചിങ്ങം രാശിയിൽപ്പെട്ട പലരും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കരുതാത്ത, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും വളരെ നല്ല നിലയിൽ നിന്ന് താഴേക്ക് പതിച്ച അവസ്ഥ, അപ്രതീക്ഷിത കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സ്വന്തം കുടുംബം വരെ, വീട് വരെ ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വണ്ടി വാഹനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം, ഒടിവ്, ചതവ്, അതുപോലെ ജോലിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പല തരത്തിലാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അതിനർത്ഥം അവരവരുടെ സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ നല്ലൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ചിങ്ങം 1 നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി ശരീരം പഴയതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വരുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതിനൊക്കെ വളരെ വലിയ മാറ്റം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തീരെ പ്രതീക്ഷിക്കാത്ത ദോഷഫലങ്ങളാണ് ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇനി ചിങ്ങം 1 മുതൽ മുന്നോട്ട് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകളായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പലതും നിങ്ങൾക്ക് തിരിച്ച് അതിൽ കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ്. അത് ആരോഗ്യമാണെങ്കിൽ അങ്ങനെ, പണമാണെങ്കിൽ അത്, മനസ്സമാധാനം, അങ്ങനെയെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കർമ്മസംബന്ധമായിട്ട് വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുന്ന സമയം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെ വലിയ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർമ്മസംബന്ധമായി നേട്ടമുണ്ടാകും. ഈ ഒരു വർഷക്കാലമാണ് ചിങ്ങം രാശിക്കാർക്ക് പലർക്കും സ്വന്തമായിട്ടൊരു ഭൂമിക്കും വീടിനുമുള്ള യോഗം, ഒരു ഗൃഹത്തിനുമുള്ള യോഗം പലർക്കും വന്നു ചേരും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ള ഒരുപാട് വർഷത്തെ ആഗ്രഹം സഫലമാകുന്നത് ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള സമയത്താണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും, പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായി വിട്ടുമാറുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ, ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലതകൾ, വേവലാതികൾ, ആശങ്കകൾ പരിപൂർണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച, അതായത് വിദ്യാഭ്യാസം ലഭിക്കുക, നല്ല ജോലി, അവർക്ക് നല്ല വിവാഹം, സന്താനഭാഗ്യം, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കൾക്ക് അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന നല്ല ഗുണാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കും. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു വർഷക്കാലവുമാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ചിങ്ങം 1 മുതൽ, ഈ ഒരു മലയാള പുതുവർഷ ആരംഭം മുതൽ അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആരംഭമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.
ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ആരംഭിക്കുവാൻ പോകുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിപൂർണമായിട്ട് അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹം. കന്നിരാശിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസമോ ഉപരിപഠനമോ ഇതൊക്കെയാണ് സ്വപ്നമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷക്കാലത്ത് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ജോലി അന്വേഷിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടുള്ള നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹപ്രായമെത്തിയ കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അനുയോജ്യമായിട്ടുള്ള വിവാഹയോഗം, മംഗല്യഭാഗ്യം, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ കന്നിരാശിക്കാർക്ക് വിട്ടുമാറും. അപ്രതീക്ഷിതമായ ധനവരവ്, സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്വന്തം ബന്ധങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു പണം സംബന്ധിച്ച മുന്നേറ്റം ഈ ഒരു വർഷക്കാലം കന്നിരാശിക്കാർക്ക് ലഭിക്കും. കന്നിരാശിക്കാരായ പലർക്കും പുതിയ ജോലി, തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. അതുപോലെ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലത്ത് അതിനൊക്കെ മാറ്റമുണ്ടാകും. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനവും സുഖവും സന്തോഷവും ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല പെരുമാറ്റം, അവരിൽ നിന്ന് നല്ല ഗുണാനുഭവങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടായി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഈ സമയത്ത് മുക്തി ലഭിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ ഒരു വർഷക്കാലമായിരിക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളതാണ്. ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും ഏറ്റവും യോഗമുള്ള ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക്. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച് പല കാര്യകാരണങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള ഒരു സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, പലതരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അധ്വാനിക്കുന്ന പണം, നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന പണം എല്ലാവിധത്തിലുള്ള പാഴ്ചിലവുകളും വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ഇത്രയും നാളും നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും ലാഭം എന്നൊരു വാക്ക് പൊതുവെ കന്നിരാശിയിൽപ്പെട്ട പലരും കേട്ട് കാണില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ലാഭമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുക എന്നുള്ളതാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാവുക, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുക, ആ പ്രവർത്തനങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു നന്മ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് ധൈര്യമായിട്ട് ശ്രമിക്കാം, നിങ്ങൾക്ക് ജോലി ലഭിക്കും. പുതിയ സ്ഥാപനങ്ങൾ, ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന സമയം, അവർക്ക് നല്ല വിവാഹം, അതുപോലെ സന്താന ഭാഗ്യം, അങ്ങനെ കുട്ടികളുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ചിങ്ങം 1 മുതൽ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ അത്രയും നല്ല ഗുണാനുഭവങ്ങൾ, നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് ഒരു സന്തോഷം, സമാധാനം, സുഖമൊക്കെ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തിക ഉയർച്ച ഇതെല്ലാം വന്നു ചേരും. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു ഓഗസ്റ്റ് 17 ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങളാണ് ലഭിക്കുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷമാണ്. ഏത് തരത്തിലുള്ളൊരു പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ പരിപൂർണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുന്ന സമയമാണ്. ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത മുന്നേറ്റത്തിൻ്റെ ആ ഒരു കാലഘട്ടമെന്ന് നിസ്സംശയം പറയാം. അത്രയും നല്ലൊരു സമയമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചകളോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി സഹോദരങ്ങളുമായി കൂടിച്ചേരാനുള്ള ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കും. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങളെക്കൊണ്ട് നിങ്ങൾക്കും പലതരത്തിലുള്ള നന്മകൾ, ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിപൂർണമായി വിട്ടുമാറും. അപ്രതീക്ഷിത ജീവിത ഉയർച്ച വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് എടുത്തു പറയുവാനുള്ളത് സാമ്പത്തിക പുരോഗതിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകളോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഈ ഒരു വർഷക്കാലം പരിഹരിക്കപ്പെടും. നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു പണം വന്നു ചേരും. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ ആ നല്ലത് പറഞ്ഞാൽ പോലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാതെ നിങ്ങളുടെ വാക്കിന് അത് നെഗറ്റീവായി കണ്ട് ആ വാക്കുകൊണ്ട് പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം നടക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വിവാഹം, സന്താനഭാഗ്യം, ഗൃഹപ്രവേശം, അതുപോലെ സ്വന്തം ബന്ധങ്ങളുമായുള്ള കൂടിച്ചേരൽ, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളുടെ ഭവനത്തിൽ ഉണ്ടാകും. അതുപോലെ വിവാഹം കഴിഞ്ഞു ഒരുപാട് കാലങ്ങളായി ഒരു സന്താനമില്ല, സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിക്കാർക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ ഉയർച്ചകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളാൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ടും വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും അപ്രതീക്ഷിത യോഗഫലങ്ങൾ, ഗുണങ്ങൾ, നന്മകളൊക്കെ ലഭിക്കും. പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമിയോ സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷക്കാലം വന്നു ചേരും. സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനും വാഹനത്തിനുമൊക്കെയുള്ള യോഗം ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. വളരെ നല്ല ഉയർച്ച, ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന് അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. വൃശ്ചികം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകൾ പലരും അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്നു. ചിലർ ഒറ്റപ്പെട്ട അവസ്ഥയ്ക്ക് അനുഭവിക്കുന്നവരുണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, വേണ്ടപ്പെട്ടവർ പരിപൂർണമായി മനസ്സിലാക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം. നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം, ആ ഒരു അന്തസ്സ് ഇതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. അങ്ങനെ വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്കും കുടുംബ സ്ത്രീകൾക്കും സമയം അത്യുത്തമമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഈശ്വരൻ നൽകുന്നത്. അതിനെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ചിങ്ങം 1 മുതൽ ഈ ഒരു മലയാള പുതുവർഷ കൊല്ലവർഷ ആരംഭം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്.
സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ വിട്ടൊഴിഞ്ഞ് അവരവർക്കും അവരവരുടെ കുടുംബത്തിനും ആവശ്യമുള്ള രീതിയിലുള്ളൊരു ധനവരവ് ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. കുടുംബത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറി കുടുംബത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. എടുത്തു പറയേണ്ടത്, ദാമ്പത്യപരമായിട്ട് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ നിലനിന്ന് വരുന്ന പലതരത്തിലുള്ള അകൽച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വിട്ടുമാറി പരസ്പരം സ്നേഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചിങ്ങം ഒന്നോടുകൂടി, കൊല്ലവർഷം ആരംഭിക്കുന്നതോടുകൂടി കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുന്നേറ്റങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരും. അവരവരുടെ കർമ്മം കൊണ്ട് സാമ്പത്തിക ഉയർച്ച, ധനവരവൊക്കെ ധാരാളമായി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്കും ധൈര്യമായിട്ട് ഇറങ്ങാം. അതിനൊക്കെ പരിപൂർണമായിട്ടൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സമയം മുതൽ അതൊക്കെ പുനരാരംഭിക്കുവാനും പൂർത്തീകരിച്ച് ആ ഒരു ജീവിത വിജയം നേടുവാനുമുള്ള ഈശ്വരാനുഗ്രഹവും വഴിയുമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പൊതുവെ ഒരുപാട് നാളുകളായിട്ട് മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സമാധാന, സുഖമൊക്കെ ലഭിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിനൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ലഭിക്കും. ആത്മീയപരമായിട്ടുള്ള ഈശ്വര വഴിയിൽ കൂടുതൽ മുന്നേറാൻ കഴിയുന്നൊരു സമയമാണ്. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ ഈ ഒരു സമയത്ത് മകരം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം സന്ദർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും സമയം വളരെ ഉത്തമമാണ്. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്ക് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലൊക്കെ പലരും വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. മകരം രാശിയിൽപ്പെട്ടവർ ഇപ്പോൾ വിസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു ജോലിയിൽ ഉടനെ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ ഒരു രാജ്യത്ത് നിന്നോ ഒക്കെ മറ്റൊരു സ്ഥാപനത്തിലേക്കോ രാജ്യത്തേക്കൊക്കെ ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും വളരെ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും കടബാധ്യതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിട്ടുമാറുന്നതിന് അപ്രതീക്ഷിതമായിട്ട് പല വ്യക്തികളുടെയും സഹായങ്ങൾ നിങ്ങളിലേക്ക് തേടി വരും എന്നുള്ളതാണ്. പൊതുവെ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർ ഏത് പ്രായത്തുള്ളവരാണെങ്കിലും നല്ല മാറ്റമുണ്ടാകും. പുതിയ ജോലി ലഭിക്കുന്ന സമയം, കർമ്മസംബന്ധമായ മാറ്റം, ഗുണഫലങ്ങൾ, ആരോഗ്യപരമായ മുന്നേറ്റം, സാമ്പത്തിക ഉയർച്ച, ദാമ്പത്യ കുടുംബജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും വിട്ടുമാറുന്ന നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവെ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കൊല്ലവർഷം ആരംഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു സാമ്പത്തിക പുരോഗതിയാണ്. ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു കാലഘട്ടവും, അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ധാരാളം ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. വീട് വാങ്ങുക, അതുപോലെ ഭൂമി വാങ്ങുക, വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ, വിദേശ ജോലി, യാത്ര, ഇങ്ങനെ ഒരുപാട് മംഗളകരമായിട്ടുള്ള ശുഭചിലവുകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് അത്രത്തോളം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക. മകരം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് പരിപൂർണമായി വിട്ടുമാറും. നിങ്ങൾക്ക് ലഭിക്കേണ്ട അംഗീകാരം, അർഹത ഒക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ്. എല്ലാ തരത്തിലും മകരം രാശിക്കാർക്ക് അത്രമേൽ സമയം വളരെ വളരെ ഉത്തമമാണ്. ഇനി അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങളാണെങ്കിലും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ മംഗളകരമായിട്ട് നടക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട്. കൂടുതൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ
ഏറ്റവും നല്ലൊരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ, താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ചുമന്ന് മുന്നോട്ട് പോകുന്ന അനുഭവമാണുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിപൂർണമായി വിട്ടുമാറി നല്ല ഒരു ജീവിതമാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം പരിപൂർണമായി വിട്ടുമാറി ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. അത് ഒരു രീതിയിൽ മാത്രമല്ല, മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടായി ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടും. അതിനുവേണ്ടി പണം മുടക്കേണ്ട അവസ്ഥ വിട്ടുമാറുക, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് പരിപൂർണ്ണ മുക്തി ലഭിക്കുന്ന ഒരു വർഷം. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ ഇതൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത, ഒരു അടിത്തറ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുക. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഏറെക്കാലമായി ലഭിക്കാതിരുന്ന മാറ്റങ്ങൾ ലഭിക്കുക. ആഗ്രഹിച്ച രാജ്യത്തേക്കോ ആഗ്രഹിച്ച ഇടത്തേക്കോ ഒക്കെ ജോലി മാറ്റത്തിന് അനുഭവം ഉണ്ടാവുക. ഇങ്ങനെ പലതരത്തിലുള്ള നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സുഖം ലഭിക്കുക. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാലതാമസം, തടസ്സങ്ങൾ പരിപൂർണമായി വിട്ടുമാറുക. ഇങ്ങനെ ഒരുപാട് നന്മകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് പരിപൂർണമായി വിട്ടുമാറും. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ, കേസ് വഴക്കുകൾ, ശത്രുതാപരമായ പെരുമാറ്റങ്ങളൊക്കെ വിട്ടുമാറും. അതുപോലെ നിങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ട് തിരികെ ലഭിക്കാത്ത പണം ഈ ഒരു സമയത്ത് കൈകളിൽ വന്നു ചേരും. നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്ന് തിരിച്ചും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള നന്മകളും മറ്റ് നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ദമ്പതികളുടെ ഇടയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കാര്യവുമില്ലാതൊരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ബന്ധങ്ങളും, ആ ബന്ധങ്ങൾ ഒക്കെ അതിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. വിശ്വാസവഞ്ചന, കൂടെ നിന്നവർ ചതിച്ച ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മീനം രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഇനി മുന്നോട്ട് അനുഭവത്തിൽ വരാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. മീനം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അനുഭവയോഗമുള്ള സമയമാണ്. പല മീനം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും ഈ സമയം സന്താനങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും നന്മകളും വന്നു ചേരും. അതുപോലെ വിദേശത്തും അന്യനാടുകളിലുമൊക്കെ ജീവിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് മാതാപിതാക്കൾക്കൊരു വിദേശ യാത്ര നടത്തുവാൻ, അവരോടൊപ്പം കുറച്ചു കാലം ചിലവഴിക്കാനുള്ള യോഗമുള്ള സമയം. അതുപോലെ മീനം രാശിക്കാരായ മാതാപിതാക്കൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുക. അതിനു വേണ്ടുന്ന പണം കൈകളിൽ വന്നു ചേരുക. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി ലഭിക്കുക. അവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു മംഗല്യഭാഗ്യം, വിവാഹയോഗം, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. പൂർവികപരമായിട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ പൂർവിക വഴിയിൽ ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന സമയം. മീനം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനും വണ്ടി വാഹനത്തിനുമൊക്കെയുള്ള യോഗം ഈ ഒരു വർഷക്കാലമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു വർഷക്കാലമായിരിക്കും സ്വന്തമായ ഭൂമിയും വീടും ഒക്കെ അനുഭവത്തിൽ വരുന്നതും. എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആരംഭമാണ്, കൊല്ലവർഷ ആരംഭമാണ്. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ആ പ്രായത്തിനനുസരിച്ച് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മുന്നേറ്റങ്ങൾ, ജീവിത ഉയർച്ചകൾ, മാറ്റങ്ങൾ ഈശ്വരൻ നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പോഴാണ് അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നത്. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ജീവിതത്തിൽ ഏറ്റവും അധികം ഉയർച്ച, നന്മകൾ
മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം മീനം രാശിയിൽപ്പെട്ട പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.